Good morning, all. A very warm good morning. ഈ പ്രാവശ്യം ഇലക്ടീവ് പേപ്പേഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കൂടി നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മാനേജിങ് സ്ട്രെസ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫസ്റ്റ് ഇയറിന്റെ ഇലക്ടീവ് പേപ്പേഴ്സ് വിചാരിക്കുന്നു. ഇലക്ടീവ്സ് ഇനി അത്രയും സീരിയസ് ആയിട്ട് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അതിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്. വിശദമായിട്ട് അതിന്റെ ഡെഫിനേഷൻ, നേച്ചർ, സ്കോപ്പ് നമ്മൾ പഠിച്ചു. സ്കോപ്പ് എപ്പോഴും വന്ന് കാണാറുണ്ട്. ആൻഡ് വൺ ഓർ ടു ഡെഫിനേഷൻസ് നല്ല വിശദമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഡെഫിനേഷൻസ് എപ്പോഴും ഏതൊരു എസ്സേ ക്വസ്റ്റ്യൻ എന്ത് വരാണെങ്കിലും ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ എഴുതിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും നമ്മളെ ഡിഫറൻസ് ആണ്. ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് കംപ്ലീറ്റ്ലി ഇത് തന്നെയായിരുന്നു. എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, എന്താണ് സോഷ്യൽ സൈക്കോളജി അല്ലെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെയും തോട്ടിനെയും ഫീലിങ്ങിനെയും ഒക്കെ പറ്റിയിട്ട് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. അവിടെ നിന്ന് പഠിച്ച തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഇന്റർവെൻഷൻസ് ഡിസൈൻ ചെയ്യുകയും, അതായത് സൊസൈറ്റിക്ക് പോസിറ്റീവ് ആക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വരുന്നത്. ഓക്കെ, സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി ടേംഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി ടേം ക്യാൻ ബി കാറ്റഗറൈസ് അണ്ടർ സോഷ്യൽ സൈക്കോളജി. കണ്ടോ, സോഷ്യൽ സൈക്കോളജി എന്താണ്? ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയോ സോഷ്യൽ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ്. In social psychology, you studied about various concepts like social perception, social influence, obedience, conformity, crowd, and so on. ശരിക്കും സോഷ്യൽ സൈക്കോളജി കംപ്ലീറ്റ് എടുത്തിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി തുടങ്ങേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയായിരിക്കും തുടങ്ങാം. അപ്പൊ നമുക്ക് ഈ തിയറീസ് ഒക്കെ പഠിക്കും നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ. ഈ തിയറീസ് ഒക്കെ പഠിച്ചിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ അപ്ലൈഡിൽ പഠിക്കാം. Okay, whereas in applied social psychology, we will study about the application of the principles of social psychology to various social problems and issues. Kando, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ്, ഈ പ്രിൻസിപ്പിൾസും ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഒരു ഇഷ്യൂനും പ്രോബ്ലത്തിനും എന്നാണ് നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുക. Thus, it is more practical in nature, where the focus on studying the social problem or issue and developing a suitable intervention strategy in order to elevate the problem or issue. കണ്ടോ, അതുകൊണ്ട് തന്നെ എന്താണ് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ ആണ് അപ്ലൈഡ്. കണ്ടോ, നമ്മുടെ സോഷ്യൽ പ്രോബ്ലം ഓർ ഇഷ്യൂസിനെ മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള അല്ലെങ്കിൽ ഇന്റർവെൻഷൻ എന്നുള്ള രീതിയിലാണ്, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ആപ്ലിക്കേഷൻ ഫോം ആയിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വരുന്നത്. സോഷ്യൽ സൈക്കോളജി എന്താണ്? സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയോ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഇവിടെ നമ്മൾ കുറെ തിയറീസ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കും. ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ പെർസെപ്ഷൻ, ഒബീഡിയൻസ്, കൺഫർമിറ്റി, ക്രൗഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ തിയറീസ് നമ്മൾ പഠിക്കും. ഈ തിയറിയുടെ അപ്ലിക്കേഷൻ ആണ് ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പഠിക്കുക. അത് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഇനി both the fields, that is social psychology and applied social psychology, can be described as a science, and both focus on development of theories and testing. Kado, both the field, അത് സോഷ്യൽ സൈക്കോളജി ആയിക്കോട്ടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആയിട്ട് സയൻസ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് തിയറീസും, ഒന്ന് ഡെവലപ്മെന്റ് ഓഫ് തിയറീസ് ആണ്, രണ്ടാമത്തത് ടെസ്റ്റിംഗ് ദം ആണ്. സോ രണ്ടും സയന്റിഫിക് ആണ്. Thus, theories on one hand can help understand the social problem, and then studies carried out by applied social psychologists can further lead to adding to fund of knowledge to social psychology. കണ്ടോ, തിയറീസ് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ആ സോഷ്യൽ പ്രോബ്ലത്തിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ആ തിയറീസ് വെച്ചിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ സോഷ്യൽ സൈക്കോളജിക്ക് കൂടുതൽ നോളജ് കിട്ടാണ്, പ്ലസ് അപ്ലിക്കേഷൻ ലെവലും ആവാണ്. അതായത് ഈ പ്രോബ്ലം മാറ്റാനുള്ള ഒരു സൊല്യൂഷനിലേക്കും എത്താൻ. കണ്ടോ, സോഷ്യൽ സൈക്കോളജി പ്രോബ്ലംസും ഇഷ്യൂസും സൊസൈറ്റിനെ പറ്റി പഠിക്കുകയാണ്. ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും ഇഷ്യൂസും സോൾവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഏരിയ ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ലെറ്റ് us now look at the difference between social psychology and applied social psychology. ഓക്കെ, ഈ ഒരു ഞങ്ങൾ ചേർത്ത് പെട്ടിക്കോളം പഠിച്ചാൽ തന്നെ
നോക്കിയേ ഡിസ്ക്രിപ്ഷൻ, അതായത് ഡെഫിനിഷൻ നോക്കിക്കേ. സോഷ്യൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കേട്ടോ. സോഷ്യൽ സൈക്കോളജി എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. സോഷ്യൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ ബിഹേവിയർ ആണ് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ applied social psychology deal with application of principle of social psychology in varied fields. ഈ സോഷ്യൽ സൈക്കോളജിയിലെ പ്രിൻസിപ്പിൾ വ്യത്യസ്ത ഫീൽഡുകളിൽ അപ്ലൈ ചെയ്യാണ് ആര്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇനി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സൈക്കോളജി സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. ഫോക്കസ് എവിടെയാണ്? മെയിൻ ഫോക്കസ് സോഷ്യൽ സൈക്കോളജി തിയറി ഉണ്ടാക്കാനാണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ഇസ് ഓൺ കോംപ്രിഹെൻഷൻ ഓഫ് റിസൾട്ടേഷൻ ഓഫ് സോഷ്യൽ പ്രോബ്ലം ആൻഡ് ഇഷ്യൂ. സോഷ്യൽ പ്രോബ്ലം ഇഷ്യൂസും സോൾവ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാനാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ്. ഇനി അപ്രോച്ച് നോക്കിക്കേ, ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. അതായത് തിയറി ഉണ്ടാക്കുമ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ് വരുന്നത്. ഡിഡക്റ്റീവ് അതായത് ഇങ്ങനെ പോകും, ഡിഡക്റ്റീവ് ഇങ്ങനെ പോകും, ഇൻഡക്റ്റീവ് ഇങ്ങനെ വരും. അത് ഒന്നിലേക്ക് കേന്ദ്രീകരിക്കും. Deductive approach involves testing of a theory. അയ്യോ ഷെയർ ചെയ്തില്ല, റിയലി സോറി. അയ്യോ I'm really sorry. ഞാൻ ഷെയറിങ് ഉണ്ട് എന്ന് വിചാരിച്ചു കേട്ടോ. ആരും പറഞ്ഞില്ല. കണ്ടോ? ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് എ തിയറിയാണ്. ഹൗ എ സർട്ടൻ തിയറി കുഡ് ഹെൽപ്പ് ഇൻ കോംപ്രിഹെൻഡിങ് സോഷ്യൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. കണ്ടോ? ഒരു ടെസ്റ്റിംഗ് ഓഫ് എ തിയറി, അവിടെ തിയറിയിലേക്കാണ് ഫോക്കസ് വരുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ച് ഈ തിയറി നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യാണ്. ഇൻവോൾവ്സ് ഡിറൈവിംഗ് എ ന്യൂ തിയറി ആൻഡ് വിച്ച് തിയറി പ്രൊവൈഡ്സ് അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് സോഷ്യൽ ഇഷ്യൂ ഓർ പ്രോബ്ലം. ഈ തിയറിനെ നമ്മൾ ഒരു സോഷ്യൽ ഇഷ്യൂലേക്കും പ്രോബ്ലത്തിലേക്കും കേന്ദ്രീകരിപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന് എന്താണ് സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ബിഹേവിയർ ആണ്, ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. ബ്രാഞ്ച് സോഷ്യൽ സൈക്കോളജി സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് തിയറിയിലാണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് എവിടെയാ? സോൾവിംഗ് പ്രാക്ടിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഇഷ്യൂസ്. പറഞ്ഞേ. ഓയ് ഓയ് ഒന്നും കേട്ടില്ലായിരുന്നു. ആരും ഒന്നും കേട്ടില്ല. ഞാനൊക്കെ അതായത് ഡിഫറൻസിയേഷൻ പറഞ്ഞു തുടങ്ങിയപ്പോ ബ്രേക്ക് ആയി. വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇനി എന്റെ കുഴപ്പമാണോ? ലക്ഷ്മിയുടെ പ്രശ്നമായിരിക്കും കേട്ടോ. ഒറ്റ സെക്കൻഡ്. ഓക്കെ. എന്തുവാ ചെല്ല് ഒരു മിനിറ്റ്. ചെല്ല് മമ്മിന്റെ അടുത്ത് ചെല്ലിട്ടോ. അപ്പൊ വരെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്ലിനിക്കിൽ പോയിട്ടില്ല, വീട്ടിലാണ്. അപ്പൊ എണീറ്റ് വന്ന എന്നൊന്ന് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്റെ കാരണവര് വന്ന് നോക്കിയതാട്ടോ. ഓക്കെ. അപ്പൊ അപ്ലൈഡ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഡിഫറൻസ്? ആ ഒരു ടേബിൾ എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് എല്ലാരും പറഞ്ഞേ. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ്, ഒരു സയൻസ് ആയിട്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് മാറുന്നത്? Okay, applied social psychology can necessarily be termed as a science, not only because it is a branch of social psychology, which in turn is a significant area under psychology, but also because it utilizes system and empirical methods and is guided and directed by scientific core values. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സയൻസ് ആണെന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയതുകൊണ്ട് മാത്രമല്ല, സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എംപെരിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ഗൈഡ് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യുന്നതും സയന്റിഫിക് കോർ വാല്യൂസ്. സയൻസിന് കുറെ കോർ വാല്യൂസ് ഉണ്ടല്ലേ, ഇന്ന രീതിയിലായിരിക്കും സയന്റിഫിക് കാര്യങ്ങൾ. അതൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഫോളോ ചെയ്യുന്നുണ്ട്. വെറും സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നില്ല. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ്? സിഗ്നിഫിക്കന്റ് ഏരിയ ആണ് സോഷ്യൽ സൈക്കോളജിയുടെ. അതിന്റെ കൂടെ തന്നെ അത് സിസ്റ്റമാറ്റിക് ആൻഡ് എംപെരിക്കൽ മെത്തേഡ്സും അതിനെ ഗൈഡ് ചെയ്യുന്നത് സയന്റിഫിക് കോർ വാല്യൂസുമാണ്.
മെയിൻ ആയിട്ട് 4 കോർ വാല്യൂസ് ഉണ്ട് കേട്ടോ. സം ഓഫ് ദി സിഗ്നിഫിക്കന്റ് സയന്റിഫിക് കോർ വാല്യൂസ് ഇതാണ് കോർ വാല്യൂസ് ആയിട്ട് വരുന്നത്, സയന്റിഫിക് കോർ വാല്യൂസ്. ഓക്കെ, നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ അക്യുറസി. അല്ലോ അക്യുറേറ്റ് ആയിരിക്കും അതിന്റെ മെഷർമെന്റ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ എടുത്ത് ടെസ്റ്റ് ചെയ്യില്ല, അക്യുറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. This means in this context of measurement as well gathering of information that need to be carried out without any scope for error and with great precision. Okay, accuracy എന്ന് പറയുന്നത് മെഷർമെന്റ് ആസ് വെൽ ആസ് ഗാദറിംഗ് ഓഫ് ഇൻഫർമേഷൻ. മെഷർ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്. എങ്ങനെ? വളരെ ഇറർ ഇല്ലാതെ, ഗ്രേറ്റ് പ്രിസിഷൻ, അതായത് ഭയങ്കരമായിട്ട് അക്യുറേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്ലൈഡ് സോഷ്യൽ സയന്റിഫിക് വാല്യൂസ് ആട്ടോ. അതായത് സയൻസിലെല്ലാം ഏതൊരു സയന്റിഫിക് മെഷർ ആയാലും അക്യുറസി ഉണ്ടായിരിക്കും. ഓൾസോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലും അക്യുറസി. ഒബ്ജക്ടിവിറ്റി, സബ്ജക്റ്റിവിസം കയറി വരാത്തതാണ് ഒബ്ജക്ടിവിറ്റി. അതായത് ഒരു വസ്തുവായി പഠിക്കുക. ലൈക്ക് നമ്മുടെ ഒരു സാധനം ഇതൊരു കുപ്പിയാണ് എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ബോട്ടിലാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവാണ്. ഇതൊരു പാവയാണ്, ഇതെന്റെ പാവക്കുട്ടിയാണ്, ഇതിന്റെ പേര് ടിങ്കു എന്നാണെന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റിവിറ്റിയാണ്, എന്റെ മനസ്സിനുള്ളിൽ. അങ്ങനെയല്ല, ഇതെന്താണോ അതായിട്ടാണ് പഠിക്കുക, ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പഠിക്കുക. അതാണ് ഒബ്ജക്റ്റിവിറ്റി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് എ തിയറി ഓർ മെഷർമെന്റ് ആൻഡ് ഇൻഫർമേഷൻ കളക്ഷൻ. ദർ നീഡ് ടു ബി നോ സബ്ജക്റ്റിവിറ്റി. എന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സാധനം കയറി വരാൻ പാടില്ല സയൻസിൽ എവിടെയും. ദ പ്രോസസ് നീഡ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഫ്രീ ഫ്രം എനി ബയാസ്. ഞാൻ സബ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ പറയില്ല ഇതൊരു പെൺപാവയാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു, ബയാസ് ആണ്. അവിടെ ഒരു ബയാസും പാടില്ല. ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം സയന്റിഫിക് കാര്യം പഠിക്കാൻ. ആൻഡ് ഓൾസോ ഈ ഒരു കാര്യം നമ്മുടെ എവിടെയുണ്ട്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഉണ്ട്. ഇപ്പൊ എടുത്ത് സ്ഥിതിക്ക് ലേശം വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി skepticism. Any outcome or result need to be questioned and not accepted without verifying it. കണ്ടോ? എന്തെങ്കിലും ഔട്ട്കം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം, വെരിഫൈ ചെയ്യണം, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തൊണ്ട തൊടാതെ വീഴുന്നരുത്. അതാണ് skepticism എന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ മൈൻഡഡ്നെസ്. Open mindedness, the outcome and result obtained after an empirical study that are valid and reliable need to be accepted with an open mind even if they contradict your own belief. നമുക്ക് കിട്ടിയ ഉത്തരം അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമ്മുടെ ബിലീഫിനും എതിരാണ്. റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടോ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പുറത്താണ് നമുക്ക് റിസൾട്ട് കിട്ടിയതെങ്കിലും അതിനെ നമ്മൾ സ്വീകരിക്കണം. റിയൽ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വീകരിക്കണം. ഓപ്പൺ മൈൻഡ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ എത്തിക്സ് ഉണ്ട്. എത്തിക്കൽ ഇഷ്യൂ നീഡ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ക്യാരിങ് ഔട്ട് എനി സ്റ്റഡി ഓഫ് റിസർച്ച്. എത്തിക്സും നന്നായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പൊ കണ്ടോ, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സയന്റിഫിക് ആണ് ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് 5 കോർ വാല്യൂസ്. അക്യുറസി, അക്യുറേറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഒബ്ജക്ടിവിറ്റി, സബ്ജക്റ്റിവിസം കയറി വരാൻ പാടില്ല. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൻസർ കിട്ടിയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം, വെരിഫൈ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ മൈൻഡഡ്നെസ്, ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരായിരിക്കും നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്കിലും അതിനെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ പറ്റണം. എത്തിക്സ് ഫോളോ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് ഏത് സയൻസിന്റെയും 5 കോർ വാല്യൂസ് ആട്ടോ. അതുപോലെ 4 ഡിസ്ക്രിപ്ഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ 4 മെയിൻ ഗോൾസ് ആണ് വരുന്നത്. There are 4 main goals of science that include description, prediction, determining causality and explanation were discussed. കണ്ടോ, 4 മെയിൻ ഗോൾസ് ആണ് ഇവിടെ സയൻസിലുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. മെയിൻലി എലിസിഡേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഇവന്റ് ഓർ ഫിനോമിന, ഇറ്റ്സ് നേച്ചർ, ഫ്രീക്വൻസി ആൻഡ് അതർ ഡീറ്റെയിൽ. കേട്ടോ, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം, ഫിനോമിനയും നേച്ചറും ഫ്രീക്വൻസിയും അതർ ഡീറ്റെയിൽസ് ഒക്കെ. പ്രഡിക്ഷൻ ഉണ്ട്, ഡീൽ വിത്ത് എ ഫാക്ടർ ദാറ്റ് കുഡ് ബി റിലേറ്റഡ് ഓർ ലെഡ് ടു ഫിനോമിന. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ ഇന്ന ആളുകളുടെ ഇത് ചെയ്തു, ഇത് തന്നെ തുടരാണെങ്കിൽ അടുത്ത ആളുകൾക്ക് ഇതിലും അപ്പുറമായിരിക്കും. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ഫിനോമിനയിലേക്ക് ലീഡ് ചെയ്ത കാര്യവും ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും. ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയുടെ എടുത്തപ്പോൾ അതിൽ ഭയങ്കരമായിട്ടും സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്. എന്തുകൊണ്ട് വന്നെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും, ഇത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഭാവിയിൽ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെ സയൻസിന് പറ്റും.
അതുപോലെ ഡിറ്റർമൈനിങ് കോസാലിറ്റി, കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ പറ്റും. Denotes determine the cause and effect or relation between two factors. കണ്ടോ, ഇന്ന കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ലോൺലിനെസ്സും സബ്സ്റ്റൻസ് അബ്യൂസും ഉണ്ട്, എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, ഇതൊക്കെ പറയാൻ പറ്റും. ആണ് ഡിറ്റർമൈനിങ് കോസാലിറ്റി. ദാറ്റ് ഇസ് വെദർ ചേഞ്ച് ഒക്കറിംഗ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. അതായത് ഒന്ന് കൂടുമ്പം അടുത്തത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. ഇപ്പൊ കോവിഡ് കാരണം ലോൺലിനെസ്സും മാനസിക സമ്മർദ്ദവും വരുന്നുണ്ട്. കോവിഡ് കൂടുമ്പോൾ ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അങ്ങനെ എന്തുകൊണ്ട് കൂടുന്നു എന്തുകൊണ്ട് കുറയുന്നു എന്നൊക്കെ പറയാൻ പറ്റണം സയൻസ് ആണെങ്കിൽ. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഡീൽ വിത്ത് ദ റീസൺ ഓഫ് ദി ഫിനോമിന ഓഫ് കോസ്. റീസൺ എന്താണ്? There could be cause and effect relation between the two factors, but why does this relation exist is explained, discussed and explanation. കണ്ടോ, കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ഇപ്പൊ 4 ഗോൾസ് ആണ് ഉള്ളത്. അതായത് ഡിസ്ക്രൈബ് ചെയ്യണം കംപ്ലീറ്റ്ലി ആ ഇവന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫിനോമിന, നേച്ചർ, അതൊക്കെ വളരെ വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം എന്തുകൊണ്ട് ഇതിലേക്ക് എത്തി, ലീഡ് ചെയ്തു എന്നുള്ളത്. കാരണം കോസ് ആൻഡ് എഫക്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. ഇതാണ് 4 മെയിൻ ഗോൾസ് ഓഫ് സയൻസ്. ഓക്കെ ആണോ? ഇത് 4ഉം സയൻസിന്റെ ഗോളാണ്. പക്ഷേ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വരുമ്പം അവിടെ വേറൊരു ഗോൾ കൂടി ഉണ്ട്, കൺട്രോൾ. When we talk about applied social psychology, there is an important scientific goal, that is control. Okay? Control is a research context, denotes ability to manipulate the situation or research condition in order to study the changes occurring in phenomena. കണ്ടോ, കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ദ സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് വേണ്ടി വരും പഠിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ ഒരു റെഡ് സ്ട്രീറ്റിന് ഉള്ളിൽ നിന്നിട്ടൊക്കെ ചെയ്യേണ്ടിയൊക്കെ വരും. സോ അവിടെ എന്താണ് എബിലിറ്റി ടു ആ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസർച്ച് കണ്ടീഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റണം. നല്ലൊരു കൺട്രോൾ വേണം, കാരണം നമ്മൾ കൈവിട്ട കളിയാണ് ചെയ്യാം. സോ there must be control. Thus, applied social psychology makes us the scientific core values in order to not only understand the social problem and issues, but also to develop suitable intervention strategies and also test these intervention strategies for their effectiveness. അപ്പോൾ സോഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കാൻ മാത്രമല്ല ഇന്റർവെൻഷൻ അതിനുവേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇന്റർവെൻഷൻ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസിൽ അതിന് 5 സയന്റിഫിക് കോറും 4 മെയിൻ ഗോൾസും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കായിട്ട് ഒരു സ്പെസിഫിക് ഗോളും ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞേ. നല്ല കുഞ്ഞുങ്ങളായിട്ട് പറഞ്ഞേ. ബാക്കി ആരൊന്നും വേണ്ടത്? രശ്മി, പ്രിൻസിമ, ബബിത, വിഷ്ണു. ഞാനിപ്പോ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ പോളിസി. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ പോളിസിയും. വെൻ വി ടോക്ക് അബൌട്ട് പോളിസി, അതായത് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പഠിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു എന്താ പറയാ ഒരു എന്താ പറയാ കോളനി, അതായത് ഒരു എന്താ പറയാ സ്ലം ഏരിയയിൽ പോയി അവിടെ റിസർച്ചർ നിന്ന് മനസ്സിലാക്കാണ് അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും കള്ളുകുടിയിലേക്കും കഞ്ചാവിലേക്കും ഒക്കെ പോകുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് ആ ഒരു കോളനിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. എന്നിട്ട് ഒരു പോളിസി ഇറക്കാണ്, ഇവിടുത്തെ കുട്ടികളെ കൃത്യമായിട്ട് സ്കൂളിൽ പറഞ്ഞേക്കണം. സ്ത്രീകളൊക്കെ ജോലി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്, ഇൻഡിപെൻഡൻസ് ഇല്ല, അപ്പൊ അവർക്കൊക്കെ കുടിൽ വ്യവസായം അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു പോളിസി ഇറക്കുന്നതിനാണ് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ആ കമ്മ്യൂണിറ്റീനെ അപ്കം ചെയ്യാൻ. ഇപ്പം എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കറക്റ്റ് എനിക്കറിയില്ല. പണ്ട് ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞിട്ടത് കോഴിക്കോട് ഒരു കോളനി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ പുനരത് വസിപ്പിച്ചു. ഇപ്പം സ്നേഹതീരം എന്നെങ്ങാനാണ്. ഗവൺമെന്റ് തന്നെ കുറെ വീടുകളൊക്കെ കെട്ടിക്കൊടുത്ത് ഒരേപോലെയുള്ള കുറെ വീടുകളുണ്ട് കേട്ടോ, ഒരുപാട് വീടുകൾ. എന്റെ നാട്ടിൽ കുറച്ച് ഇങ്ങോട്ട് വരണം.
ഇപ്പം അവിടെ ഒരു പ്രശ്നമില്ല. പണ്ട് ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും അടിയും ബഹളവും എല്ലാ തരം ക്രിമിനൽ ആക്ടിവിറ്റീസും അതിനുള്ളിലേക്ക് പോകാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു ഈ ബംഗ്ലാദേശ് കോളനിയില്. ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് പോളിസി കൊണ്ടത്. ഈവൻ അവർക്കൊരു എന്താ പറയാ ഓഡിറ്റോറിയം വരെ ഗവൺമെന്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കല്യാണമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ ആട്ടോ, നല്ല രസം അത് കാണാം. ഒരുപോലെയുള്ള ഒരു 100-150 വീടുണ്ട് ആ ഭാഗത്ത്. കുറെ പിന്നെ സുനാമിയുടെ സമയത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ വീടൊക്കെ കെട്ടിക്കൊടുത്തത്. അപ്പൊ അതൊരു സോഷ്യൽ പോളിസിയാണ്. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അങ്ങനെ സോഷ്യൽ പോളിസിക്ക് കാരണമാവാറുണ്ട്. അവിടെ നിന്ന് പഠിച്ച് ഇവർക്ക് ഇന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് അവർക്ക് സോഷ്യൽ പോളിസി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം സോഷ്യൽ പോളിസി ഉണ്ടാക്കുന്നതിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ഭയങ്കര ഒരു സോഷ്യൽ സൈക്കോളജിക്കും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കും ഒരു പങ്കുണ്ട്. When we talk about policy, the focus is mainly on ഞാൻ പറയാട്ടോ, ഇത് ഞാൻ കേട്ടിട്ടും പറഞ്ഞിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിന് വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉള്ള ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചെറുതാകുമ്പോഴായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു. When we talk about policy, the focus is mainly on bringing about a change. Policies are mainly developed in order to bring about positive change for the betterment of the individual. കണ്ടോ, പോളിസീസ് കൊണ്ടുവന്നതാണ് മെയിൻലി ഡെവലപ്പ് ഇൻ ഓർഡർ ടു ബ്രിങ് പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ ഒരു പുനരധിവാസം വന്ന എന്തിനാണ്? അവിടെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് അവിടെ ആളുകളുടെ കുറെ കൂടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ബെറ്റർമെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ എന്തൊക്കെയാണ് സോഷ്യൽ പോളിസി? സോഷ്യൽ പോളിസി ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് ആക്ഷൻസ് ദാറ്റ് ആർ ടേക്കൺ ബൈ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് റിഫോംസ് ഓഫ് ഡെവലപ്മെന്റ് സൊസൈറ്റി. കേട്ടോ, സൊസൈറ്റിയിൽ അതിപ്പം ഞാൻ ഈ ഒരു എന്താ പറയാ ഒരു സ്ലം പുനരധിവസിപ്പിച്ചത് മാത്രമല്ല കേട്ടോ, ഒരു ഗവൺമെന്റ് സ്കൂളില് ഒരു സ്മാർട്ട് ക്ലാസ് റൂം വരുന്നത് പോലും എന്താണ്? സോഷ്യൽ പോളിസിയാണ്. കുട്ടികൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. കണ്ടോ, സോഷ്യൽ പോളിസി എന്താണ്? Described as actions that are taken by government organizations in order to bring about reforms or development in society. They can play an important role in determining the well-being of individuals in society. കണ്ടോ, ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് വെൽബീങ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ എന്താണ് വെൽബീങ് കൂട്ടാൻ ഈ പോളിസീസ് വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായില്ല കണ്ടു പഠിക്കാം എന്നുള്ള രീതിയിൽ. Social policies also focus on social welfare of the individuals, and they can be termed as principles and guidelines that create conditions that are favorable and beneficial to promote individual welfare. കണ്ടോ, സോഷ്യൽ വെൽഫെയർ ആണ്, അതായത് ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ പോളിസീസ് ഉണ്ടാക്കുന്നത്. Social policies aim at ensuring all the individuals in the society are provided with a certain standard of living and also a chance or opportunity to make their lives better and better. അങ്ങനെ കൊണ്ടുവന്നാണ് സർവശിക്ഷാ അഭിയാനും. അതായത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 10 വരെ ഫ്രീ വിദ്യാഭ്യാസം തന്നെയാണ് അല്ലെ, ബുക്കും എല്ലാം ഫ്രീ ആണ്. മോനൊക്കെ യൂണിഫോം വരെ ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഒരു സോഷ്യൽ പോളിസി ആട്ടോ, അതായത് എല്ലാവർക്കും സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരി കിട്ടുന്നത് അല്ലെ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അരി കിട്ടുന്നുണ്ട്. അത് ഐ മീൻ എന്താ പറയാ, BPL ആണെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ എല്ലാവർക്കും അരിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാവർക്കും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ പോളിസി. 3ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, അതുപോലെ ഭക്ഷണം, ഒക്കെ ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. Social policies mainly focus in order to promote the welfare of the individuals in the society and could have objectives that focus on the economical and non-economical. അത് വെൽഫെയർ ഉണ്ടാവും, അവിടെ എക്കണോമിക്കൽ ആൻഡ് നോൺ എക്കണോമിക്കൽ ഗോളും ഉണ്ടാവും. They also focus on fair and equal distribution of resource among various selection of the society. Fair and equal distribution ഒക്കെ കൊണ്ടുവരാൻ, എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാം കിട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ പോളിസി കൊണ്ടുവരുന്നത്. Social policy do not exist in vacuum, and the social and psychological aspect of the individual or society for which they are developed need to be considered. വാക്വത്തിൽ നിന്നല്ല കേട്ടോ വരുന്നത്. അതായത് സോഷ്യൽ പോളിസീസ് വാക്വത്തിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ഇൻഡിവിജ്വലിനെയും സൊസൈറ്റിനെയും ഒക്കെ നോക്കിയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഒക്കെ കൺസിഡർ ചെയ്യും എന്ന്. സോഷ്യൽ സൈക്കോളജി എന്തൊക്കെയാണ്, അല്ല സോഷ്യൽ പോളിസി എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്ന് എന്താണ്, നമ്മുടെ വെൽബീങ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. രണ്ടാമത്തത് വെൽഫെയർ, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽ വെൽഫെയറും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ എന്താണ്, എല്ലാവർക്കും ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ നോൺ എക്കണോമിക്കൽ, എക്കണോമിക്കൽ ഗോളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ ഫോക്കസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ പോളിസിയുടെ പ്രത്യേകത. ഓക്കെ ആണോ? പറഞ്ഞേ.
When such social policies are framed, the values of individual especially need to be focused on. Kanda, social policies frame ചെയ്യുമ്പോൾ individual values നമ്മൾ focus ചെയ്യണം. It is important that knowledge, attitude and practices of the individual in the society are focused on as the policies and framed so that they lead to development and do not interfere with the effective functioning of the individuals in the society. Kanda, ഇവിടെ നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസസ്, അതായത് നമ്മള് അവരുടെ റിലീജിയസ് പ്രാക്ടീസസിനൊക്കെ എതിരെ ചെയ്യുന്ന രീതിയിലുള്ള പോളിസി. ഇപ്പൊ എന്റെ സാറെങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദിവാസികളുടെ ഏതോ ഊരിലൊരു പോളിസി കൊണ്ടുവന്നിട്ട് വീടിനുള്ളിലൊക്കെ എന്താ പറയാ തറയൊക്കെ സിമെന്റ് ഇട്ട് അങ്ങനെ എന്തോ കൊടുത്തു, പിന്നെ അവർ പുറത്തെടുക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ആ മണ്ണിന്റെ തണുപ്പ് കിട്ടിയാൽ അവർക്ക് ഉറക്കം കിട്ടുള്ളൂ. അവരുടെ ഉള്ളു കൊണ്ടിട്ട് ഫുള്ളായിട്ട് അവർ പുറത്ത് മുറ്റത്ത് എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതാണ് നമ്മളൊരു പോളിസി കൊണ്ടുവരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്, നോളജ്, പ്രാക്ടീസ് ഒക്കെ കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രം അതൊന്നും ഇന്റർഫിയർ ചെയ്യുന്ന, അതായത് ആ ഇൻഡിവിജ്വലിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ വേണം ഒരു സോഷ്യൽ പോളിസി കൊണ്ടുവരാൻ. Utmost care does need to be taken when such policies are developed. The focus also needs to be on the issue of problem for which the policies is developed. കേട്ടോ, കെയർ നമ്മൾ നന്നായിട്ട് നോക്കണം. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓൾസോ എന്താണ്, ഇഷ്യൂസ് ഒന്നും വരാതെ മെയിൻ ഇഷ്യൂസിന് വേറൊരു ഇഷ്യൂസ്, അതായത് മെയിൻ ഇഷ്യൂ എന്താണോ അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്യാൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഹിയർ. ഇവിടെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അവർ പഠിച്ച് അവരെ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുക. As we discussed in the definition of applied social psychology, it mainly focuses on understanding the social issue or problem, develop suitable intervention strategy. The very first step to understand the issue or social problem, and once we do so, it is easier for us to develop suitable intervention strategy to analyze it. പഠിക്കാതെ പോയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ വരുന്നത്. അവിടെ പോയി പല സാറൊക്കെ അവിടെ നിന്ന് അതിനുള്ളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എന്ത് വരാ, അവിടെ ഒരു ഇന്റർവെൻഷൻ വരാം. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്യാൻ പ്രൊവൈഡ് ആ സിസ്റ്റമാറ്റിക്. ഇത് പറയുമ്പോഴാണ് സാറെന്നെ പറഞ്ഞതാണ്, എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, ഏതോ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ എന്നെ സാറ് ഭാഗമായിട്ടുണ്ടായിരുന്നു, എവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം അവർക്ക് ഈ കോൺട്രസെപ്റ്റീവ്സിനെ പറ്റി പഠിപ്പിച്ചെടുക്കാൻ, ഗർഭനിരോധന കാര്യങ്ങൾ ചിലവർക്ക് അറിയില്ല, അപ്പം ഭയങ്കരമായിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരിക, അങ്ങനെ അത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടത്തിന്റെ യൂസേജ് ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മോഡല്, അതായത് പെനീസിന്റെ വുഡൻ മോഡൽ മേലാണ് പോലും എന്താ പറയാ കോണ്ടം എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ കുറച്ചാലം കഴിഞ്ഞ് പോയൊക്കെ വേണമല്ലോ, എല്ലാവർക്കും ഇനിയും കുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നോക്കുമ്പോ ഈ കോണ്ടംസ് ഒക്കെ ഉണ്ടല്ലോ വേലിയിലെ എന്താണ് മരത്തിന്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും. അതാണ് അവിടുത്തെ നോളജിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് അത്രയും നോളജ് ഉള്ളു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു അത്രയും എന്താ പറയാ ഒരു അത്രയും എഡ്യൂക്കേഷൻ കുറഞ്ഞ ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകളടുത്ത് നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറഞ്ഞത്. കാരണം അവർക്കത് അറിയില്ല. അവർക്കൊരു മരത്തിന് മേലെ, അപ്പൊ അവര് ആ മരത്തിന് മേലെ കോണ്ടിട്ടാൽ നമുക്കിനി പിള്ളേരുണ്ടാവില്ല. തെറ്റ് പറയാൻ പറ്റോ? നമുക്ക് തെറ്റ് പറയാൻ പറ്റും? അവരങ്ങനെ ചിന്തിച്ചതിന് അവർക്ക് എത്ര നോളജ് ഉണ്ടെന്ന് നോക്കാതെ നമ്മളല്ലേ തെറ്റുകാരൻ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്യാൻ പ്രൊവൈഡ് a systematic and scientific methods to understand the social issue and problems, and then it can also play a role in developing intervention strategies, including development of effective social policies. കണ്ടോ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ്, സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് ആ എഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ പോളിസീസ് ആണ് കൊണ്ടുവരുന്നത്. Further, applied social psychology can play an important role not only in understanding the social issue or problem that can be considered as very first step in development of social policy, but it can also play an important role in the implementation and evaluation of the social policy. കണ്ടോ, ഉണ്ടാക്കാൻ മാത്രമല്ല, അത് ഒരു പോളിസി ഉണ്ടാക്കി, ഇപ്പൊ പോളിസി ഉണ്ടാക്കിയതാണല്ലോ എന്ത് ഈ കോണ്ടം യൂസ് ചെയ്യാൻ പഠിപ്പിക്കാന്നൊക്കെ. പിന്നെ ചെയ്യുന്ന എന്താണ്, ഈ ഇംപ്ലിമെന്റേഷന്റെ ഇവാലുവേഷനും അവർ ചെയ്യുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്തു, ഇനി ഇത് എത്രത്തോളം വർക്ക്, പിന്നെ പോയപ്പോഴാണ് എന്ത് മനസ്സിലായത്, വർക്ക്ഔട്ട് ആയിട്ടില്ല, അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. വീണ്ടും അതും നമ്മള് സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഹിബിഷൻ നോക്കാൻ ഈ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് അവരെ നാട്ടിലുള്ള ഈ ജെനിറ്റൽസിന്റെ മലയാളം പേര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് പിന്നെ വിട്ടത്.
അല്ലാതെ എങ്ങനെ എന്നിട്ട് സാറ് പറയാണ് ഇൻഹിബിഷൻ മാറ്റിപ്പിച്ചതാണ് പിള്ളേരെ കൊണ്ട്. പിള്ളേരായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൈക്കോളജി സ്റ്റുഡൻസ് എങ്ങാനാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എന്താ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലായി കോളായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്ത് അതിനനുസരിച്ച് മാറ്റം വരുത്താം. അതും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. വെറുതെ പോയിട്ട് സാധനം അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരൂല. അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുണ്ട്, ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ, ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. The social policy once developed can be implemented. ഡെവലപ്പ് ചെയ്തത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇവർക്ക് കോൺട്രസെപ്റ്റീവ് പഠിപ്പിച്ചു കൊടുക്കാം, എന്നിട്ട് അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. കീപ്പിംഗ് ഇൻ മൈൻഡ് വേരിയസ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ കമ്മ്യൂണിറ്റി ഫോർ വിച്ച് ഇറ്റ് ഇസ് ഡെവലപ്പ്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ് എന്താക്കും നമ്മൾ അസസ് ചെയ്യും. Further, the effectiveness of policy can also be assessed using the systematic and scientific method of applied social psychology. നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനൊരു പോളിസി ഡിസൈൻ ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്താലും തീരുന്നില്ല. ആ ഇംപ്ലിമെന്റ് ചെയ്ത സാധനം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് സയന്റിഫിക്കലി പഠിക്കുന്ന കൂടിയുണ്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ ആണോ? പറഞ്ഞേ. യെസ് മാം, വെരി മച്ച് ഓക്കെ. ഇനി ലെവൽസ് ഓഫ് analysis. Individual behavior are influenced greatly by social surrounding and conditions. കണ്ടോ, ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ സോഷ്യൽ സറൗണ്ടിങ്സും കണ്ടീഷൻസും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനി ബിഹേവിയർ ദസ് നീഡ് ടു ബി ഇന്റർപ്രറ്റഡ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ എനി ബിഹേവിയർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെ, നമ്മളെ ബിഹേവിയറിന് സൊസൈറ്റി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബിഹേവിയറും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. For instance, think about why you have taken up this program and identify the social aspect that determine your behavior for pursuing this program and pursuing it. Who motivated you up to the program? കണ്ടോ, any behavior interpret ചെയ്യുന്നത് സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം എടുത്തു, ഏത് സോഷ്യൽ ആസ്പെക്ട് ആണ്, എന്ത് കാര്യമാണ് നിങ്ങൾ ഈ സോഷ്യൽ പ്രോഗ്രാമിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. Did you take up the program due to the expectation that significant others in your life have from you? നിങ്ങളുടെ ആരെങ്കിലും വിചാരിച്ച് എക്സ്പെക്ട് ചെയ്തപ്പോ എന്റെ അമ്മ ഞാൻ ഇതിൽ ചേരണമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണോ? Reason for pursuing this program could also be that you want to study further and do your best in life. നിങ്ങളുടെ കുറെ കൂടെ പഠിക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണോ? Maintain certain standard in the society for yourself and your family. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ? നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒക്കെ നോക്ക്. സൊസൈറ്റിയുമായിട്ട് നിങ്ങൾ ഈ സൈക്കോളജി എന്ന സബ്ജക്ട് പഠിക്കാൻ വന്നത് പോലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. Thus, as you can see, any behavior will have a social dimension. നിങ്ങളിപ്പോ സൈക്കോളജി പഠിക്കാൻ വന്നു അല്ലെ, നിങ്ങൾ പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, നിങ്ങൾ വളരെ താല്പര്യത്തോടെ സൈക്കോളജി പഠിക്കാൻ വന്നു അല്ലെ, അതിലൊക്കെ ഇല്ലേ why you take up this program and identify the social aspect that determine your behavior for pursuing this program or pursuing it. എന്തുകൊണ്ട് നിങ്ങളിത് എടുത്തു അല്ലെ, എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ഈ പ്രോഗ്രാം എടുക്കാൻ? അത് നിങ്ങളുടെ സിഗ്നിഫിക്കന്റ് അതേഴ്സ്, അച്ഛന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഫർദർ പഠിക്കാൻ വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിന്റെ കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണ്? ഒക്കെ നമുക്ക് സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. Thus, you can see any behavior will have a social dimension. Social influence that we talk about here can be direct or indirect, but influence that have on individual is significant. Social influence എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിരിക്കാം. ചിലപ്പം അച്ഛൻ നേരിട്ട് വന്ന് പറയാം, മോളെ നീ ഇനി പഠിക്കണം എന്നാലേ കാര്യമുള്ളൂ. ഇൻഡയറക്റ്റ് ആയിരിക്കും. പഠിച്ച അച്ഛന് ഭയങ്കര സന്തോഷം, അച്ഛൻ ഇങ്ങനെ പഠിപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ്. കണ്ടോ, ഡയറക്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിട്ടോ, പക്ഷെ ഇൻഫ്ലുവൻസ് അവിടെ സിഗ്നിഫിക്കന്റ്. Thus, social determinants could be interpersonal, group, organizational, community, and societal or cultural. സോഷ്യൽ ഡിറ്റർമിനൻസ് ഇന്റർപേഴ്സണൽ ആവാം, രണ്ടാള് തമ്മിലുള്ള, ഒരു ഗ്രൂപ്പിന്റെ ആവാം, ഒരു ഓർഗനൈസേഷന്റെ ആവും, ഒരു കമ്മ്യൂണിറ്റിന്റെ ആവും, ഒരു സൊസൈറ്റിയുടെ ആവും. And these determinants can also be termed as level of analysis. ഈ സോഷ്യൽ ഡിറ്റർമിനൻസിന് ലെവൽ ഓഫ് അനാലിസിസ്, അതായത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഡിറ്റർമിനൻസിന് ലെവൽ ഓഫ് അനാലിസിസ് എന്നാണ് പറയുന്നത്. Thus, there are various levels of analysis, including interpersonal and group, organizational, communal, social, cultural, and that have an impact on individual behavior. നമ്മുടെ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്, അതിനെയാണ് എന്ത് ലെവൽ ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. All these levels play an important role. It is not so that one level is superior to other. എല്ലാം ഒരേപോലെയാണ്, ഒന്നിനെക്കാളും വലിയ ലെവലിൽ ഒന്നും ഇല്ല കേട്ടോ. But
In fact, they could even influence on individual behavior. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. Though in the context taking into account individual differences also important. ഇതൊക്കെ വെക്കുമ്പോഴും ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഒക്കെ അതിൽ പ്രധാനം. അതായത് സൊസൈറ്റിയും ബാക്കിയുള്ള ലെവലൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ട് ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി. ഓക്കെ, ഭയങ്കരമായിട്ട് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, ഒരിക്കലും ആരോടും മിണ്ടുന്ന ഒരാളൊന്നും, അല്ലെങ്കിൽ സ്കിസോയിഡ് ആണ്, പേഴ്സണാലിറ്റിയാണ്, അവർക്ക് ഒരിക്കലും പറ്റൂല. എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചിട്ട് നമ്മളെ പേഴ്സണാലിറ്റി കൂടെ കണക്കിലെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വേരിയസ് ലെവൽ ഓഫ് അനാലിസിസ് നോക്കാം. ഇന്റർപേഴ്സണൽ എന്നാൽ രണ്ട് പേര് നമ്മളാണ്. ദിസ് മെയിൻലി ഹാസ് ടു ഡു വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ ഇൻഡിവിജ്വൽ, എസ്പെഷ്യലി ദ സിഗ്നിഫിക്കന്റ് അതേഴ്സിനാണ്. നമ്മുടെ ജീവിതത്തിൽ സിഗ്നിഫിക്കന്റ് അതേഴ്സ്, അച്ഛനാവാം, അമ്മയാവാം, മക്കളാവാം, ഭർത്താവാം, സഹോദരങ്ങളാവാം, അങ്ങനെ സിഗ്നിഫിക്കന്റ് അതേഴ്സ്, ഇതാണ് ഇന്റർപേഴ്സണൽ. ഇനി ഗ്രൂപ്പ് ആണെങ്കിൽ ഫാമിലി ഒരു ഗ്രൂപ്പാണ്, ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രൂപ്പാണ്, അങ്ങനെ ഗ്രൂപ്പ്. This has mainly to do with the effect of groups of the individual behavior. It could also be in terms of the social norms prevalent in groups. സോഷ്യൽ നോംസും പ്രൊവലന്റ് ആയിരിക്കും. ആ ഗ്രൂപ്പിലുള്ള നോംസ് ഭയങ്കര പ്രൊവലന്റ് ആയിരിക്കും. ഇനി ഓർഗനൈസേഷൻ ആണ്, സ്കൂൾ ഒരു ഓർഗനൈസേഷൻ ആണ്, വർക്കിംഗ് സെറ്റിംഗ് ഒരു ഓർഗനൈസേഷന് പല ഓർഗനൈസേഷൻ ഉണ്ട്. ദീസ് ഇൻക്ലൂഡ് വാരിഡ് ഓർഗനൈസേഷൻ വാരിയബിൾസ് ഇൻക്ലൂഡിംഗ് സ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എക്സെട്ര. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആണ്, പ്രിൻസിപ്പൽ സ്റ്റാഫിനോട് പറയും, സ്റ്റാഫ് കുട്ടികളോട് പറയും, അങ്ങനെ ഒരു സ്ട്രക്ചർ ഒക്കെ അവിടെ ഉണ്ട്. നോക്കിക്കേ, ഇന്റർപേഴ്സണൽ അവിടെ ഒരു നോംസ് പോലും വരുന്നില്ല, ഒരു നിയമങ്ങൾ പോലും വരുന്നില്ല. ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ എന്തായി, അവിടെ നോംസ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഓർഗനൈസേഷൻ വന്നപ്പോഴോ അവിടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണും സ്ട്രക്ചറും ഒക്കെ വന്നു. ഇനി കമ്മ്യൂണിറ്റി ആണെങ്കിലോ അവിടെ ഡെമോഗ്രാഫി ടു എത്നിസിറ്റി ഒക്കെ വരും. ഡിനോട്ട്സ് ആസ്പെക്ട് ഓഫ് ദി കമ്മ്യൂണിറ്റി റേഞ്ചിങ് ഫ്രം ഡെമോഗ്രാഫി, എത്നിസിറ്റി. ഡെമോഗ്രാഫി നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ എത്നിസിറ്റി. ഇനി സൊസൈറ്റിയിൽ ആൻഡ് കൾച്ചറൽ ആണെങ്കിലോ the cultural fabric and other relevant aspects to be society as whole. കണ്ടോ, 5 ലെവല്. ഒന്ന് ഇന്റർപേഴ്സണൽ, അത് നമ്മുടെ ഇൻഡിവിജ്വലിനായിട്ടുള്ള സിഗ്നിഫിക്കന്റ് അതേഴ്സുമായിട്ടുള്ള റിലേഷൻ. ഗ്രൂപ്പ് ആകുമ്പോഴോ അവിടെ ഒരു ഗ്രൂപ്പാണ്, അതിന്റെ നോംസ് അവിടെ പ്രൊവലന്റ് ആണ്. ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ട്. കമ്മ്യൂണിറ്റി ആകുമ്പോഴോ അവിടെ ഡെമോഗ്രാഫി ആൻഡ് എത്നിസിറ്റി ഉണ്ട്. സൊസൈറ്റിയും കൾച്ചർ ആകുമ്പോൾ അവിടെ കൾച്ചറൽ ഫാബ്രിക് ആൻഡ് റെലവന്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ലെവൽ ഓഫ് അനാലിസിസ്, അതായത് എത്രത്തോളം ആളുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഓരോ കാര്യത്തിനും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. അതിനാണ് ലെവൽ ഓഫ് അനാലിസിസ്. ഇവിടെ ഒന്നിനും മെച്ചമൊന്നുമില്ല, ഇത് തമ്മിലൊക്കെ ഇന്ററാക്ട് ചെയ്യാറുണ്ട് നമ്മൾ. അത് ഇന്റർപേഴ്സണൽ ലെവൽ ആവാം, ഗ്രൂപ്പ് ആവാം, ഓർഗനൈസേഷൻ ആവാം, കമ്മ്യൂണിറ്റി ആവാം, സൊസൈറ്റിയൽ ആൻഡ് കൾച്ചർ ആവാം. അല്ലെ, നമ്മളിപ്പോ ഒരു കോളേജിലാണെങ്കിൽ നമ്മൾ ഹെഡ് ഓഫ് ദി, നമ്മളെ ക്ലാസ് ടീച്ചറാണ് ആദ്യം അറിയിക്കുക. ക്ലാസ് ടീച്ചർ അത് HOD അറിയിക്കും, HOD അത് പ്രിൻസിപ്പളിനെ അറിയിക്കും. ഇതാണ് അവിടുത്തെ പാറ്റേൺ അല്ലെ. അത് വീട്ടിലാവുമ്പോഴോ നേരെ ഹസ്ബൻഡിനോട് പോയിട്ട് പറയാ, അല്ലെങ്കിൽ ഉപ്പനോട് പോയിട്ട് പറയാ ചെയ്യും. ഇതാണ് ലെവൽ ഓഫ് അനാലിസിസ്. ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പോ നമ്മള് യൂണിറ്റ് 1 തീർത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. അത് ചിലപ്പോൾ നാളെ തുടങ്ങും, അല്ലെങ്കിൽ മൺഡേ. അത് എൻ്റെ ഒരു നാളെ ചിലപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അറിയില്ല. ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ എടുക്കും, മൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ എടുക്കും. ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ, മാനേജ്മെന്റ്. ഓക്കെ. പിന്നെ ഞാൻ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാത്തത്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊന്നും വെരിഫൈ ചെയ്തിട്ട് ഞാൻ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് ഓരോ പാഠത്തിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ പാഠത്തിലും ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ച് എനിക്ക് കേൾപ്പിച്ചെന്നാൽ മതി, എഴുതി മതി. സോ ആ ലെവലിലേക്ക് ആക്കാം. ഇത് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പം 3 സബ്ജക്ട്സ് ആയിരിക്കും ആദ്യം കംപ്ലീറ്റ്. 10 സബ്ജക്റ്റ് ആണുള്ളത്. ഒരു 5 എണ്ണം ഡിസംബർ ആകുമ്പോഴേക്കും, ബാക്കി 5 എണ്ണം ജൂൺ ആകുമ്പോഴേക്കും, അങ്ങനെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പൊ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ it's me, Abdul, Nafi signing off. Bye bye and take care. Thank you ma'am. കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞു. ആഴ്ച